എന്താ ഇത് ആര് വരുന്നുണ്ടോ? അയ്യോ ചേച്ചി, കഴിഞ്ഞ ആഴ്ചയിൽ വരാന്ന് പറഞ്ഞിട്ട് ഇന്നാ ചേച്ചി വരുന്നത്. നല്ല ആളാ. സമയം കിട്ടിയില്ല മാലതി. ചേച്ചി നേരത്തെ തിരിച്ചോ? തിരിച്ചു. ഓഫീസ് പോണ്ടേ ചേച്ചിക്ക്? ഇനി നീ പ്രസവിച്ചിട്ടേ പോകുന്നുള്ളൂ. മിഡ്വൈഫ് ആകാൻ തീരുമാനിച്ചിട്ടുള്ള വരവായിരിക്കും. അച്ഛന് സുഖമാണ് ചേച്ചി. ആ പിന്നെ ചേട്ടൻ്റെ എഴുത്തുണ്ടോ? ജോലി കിട്ടിയോ? അച്ഛന്റെ സൂക്കേട് കുറവുണ്ട്. ഗോപിയുടെ കത്ത് വന്നിട്ട് 1-2 ആഴ്ചയായി. ഇരിക്കുന്നേ. നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഞങ്ങൾ ആശുപത്രി ബുക്ക് ചെയ്തു. ഈ മിഡ്വൈഫ് പോരെന്നാ ഞങ്ങളുടെ അഭിപ്രായം. അച്ഛൻ പറഞ്ഞു വിളിക്കണമെന്ന്. ചേച്ചിക്ക് അത് പ്രയാസമല്ലേ? അതൊന്നും നീ അറിയണ്ട. നിന്റെ സുഖമാണ് ചേച്ചിയുടെ സുഖം. ആ, അച്ഛൻ കാത്തിരിക്കും. ഇന്ന് തന്നെ പുറപ്പെടണം. ഇന്നോ? അതെ, ഇന്ന് തന്നെ. ശരി, പൊയ്ക്കളയാം. ചേച്ചിയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അപ്പോ ശ്രീമതി എന്ത് പറയുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. വേണ്ട മോളെ, നീ നന്നായി വരും. മോളെ, നീ ഒന്ന് ക്ഷീണിച്ചു പോയല്ലോ. ഏയ് അതൊന്നുമല്ല. രാജശേഖരൻ ഇവിടെ കൊണ്ടുപോയി പട്ടിണി കിട്ടും എന്നാണ് തോന്നുന്നത്. ഇവളവിടെ വന്നതിന് ശേഷം അരിക്ക് വലിയ ക്ഷാമമാണ്. എന്താ കാര്യമെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ കണ്ടമാനം കഴിക്കുന്നുണ്ടായിരിക്കും. ആയിരിക്കും. കുഞ്ഞി എന്ന് കുളിച്ചിട്ട് വരും. യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ. സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ. കുളി കഴിഞ്ഞാൽ ഉടനെ ഊണ് കിട്ടണം. ഓ, ഞാനത് മറന്നുപോയി. ഞാൻ അടുക്കളയിലേക്ക് അല്ലട്ടെ. ചെല്ലു മോളെ, ഇനി താമസിപ്പിക്കണ്ട. കുളിച്ചിട്ട് വരും. പോകും കുഞ്ഞി. മോളെ, മോളെ, നിനക്കവിടെ സുഖം തന്നെയല്ലേ? നല്ല സ്നേഹമുള്ള ആളാണ് അച്ഛാ. എനിക്കൊരു തലവേന വന്നാ മതി, പിന്നെ ഊണും ഉറക്കം ഒന്നുമില്ല. എല്ലാം ഗുരുവായൂരപ്പന്റെ കടാക്ഷം. ഭഗവാനെ, എന്താണ് മാലതി, നിന്നോട് ദേഹമൊക്കെ ഞാൻ ഓ ഇതെന്ത് ദേഹവിളക്കല വെച്ച് ഒന്നും ചെയ്യണ്ട, വെറുതെ പോയിരുന്നാൽ മതി. എനിക്കൊന്ന് കുളിക്കണമല്ലേ? വെള്ളി ചൂടായിട്ടുണ്ട്. ഇതെല്ലാം ചേച്ചി തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയാ? നീ ഒന്നും അറിയണ്ട. ആഹാരം കഴിച്ച് അടങ്കാല വിഭാഗത്തിലിരുന്നാൽ മതി. ഗർഭകാലത്ത് സ്ത്രീകൾ നല്ലതുപോലെ ജോലി ചെയ്യണം. എവിടെ ഇങ്ങനെ ചേച്ചി? അതൊക്കെ സ്വന്തമായി ചെയ്തോളും ചേച്ചി. അവിടെ വെച്ച് എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാറില്ല. എന്നാലും നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നാം അത് നോക്കണ്ടേ? ആ, നീ അച്ഛന്റെ അടുത്ത് എന്ന് രാമായണം എടുത്ത് വായിച്ചോണ്ടിരി. ഗർഭകാലത്ത് ഈശ്വരഭക്തിയോടുകൂടി ഇരിക്കണം. പോ. ചേച്ചിയാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. അതൊരു ഭാഗ്യമല്ലയോ? അല്ല, നിന്റെ മുഖത്തെന്താ മോളെ ഒരു വളർച്ച? നീ താടി വളർന്നായിരുന്നോ? അയ്യോ, താടി കടന്ന് വളർന്നത് ഗർഭിണികള്. ഇതിന് ഭാരമൊന്നും എടുക്കരുത്. നിങ്ങൾ കഷായം വല്ലതും കുടിക്കാനുണ്ടോ? എന്തിനാ? കൊള്ളായെങ്കിലൊന്നോ 7-ാം മാസം തുടങ്ങിയാൽ കുടുംബോട്ട് കഷായം വെച്ച് കുടിക്കണം. സുഖപ്രസവത്തിനാ മോളെ. അതൊന്നും ചേച്ചിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ചേച്ചിക്ക് ഈയിടെയായിട്ട് വേറെ കുറെ അറിവൊക്കെ ഉണ്ട്. എന്റെ മോളെ, നിന്റെ കെട്ടിയവനെ സൂക്ഷിച്ചോളാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ അത് ശനാലിച്ചും പറയുന്നത്? മോളെ, നീ ഒരു യുദ്ധവെടിക്കാരി. നീയൊക്കെ എന്തറിയുന്നു? ഇപ്പൊ അവിടെ ആഫീസറുമായിട്ട് വലിയ ലോക്യത്തിലാണ്. രാത്രി കാറിലൊക്കെയാണ് കൊണ്ടുവിടുന്നത്. അയാൾ തെറ്റി തിരിഞ്ഞല്ലോ. ഇതിന്റെ അകത്ത് ഇനി അയാൾ കയറി വേറെ വിട്ടിട്ട് ഞാൻ പറഞ്ഞാലും നുണയാണെന്ന് തോന്നും. മോളെ, നിന്റെ കെട്ടിയവന്റെ കൂടെയും ചില ചിരിയും കളിയൊക്കെ ഉണ്ട്. സൂക്ഷിച്ചോണ്ട് മോളെ. ഈ ഒരു പൊട്ടിയാണ്. എനിക്ക് കേൾക്കല്ല. ചേച്ചി, ഇതാ പ്രസാദ്. ഇതാ മാലതി പ്രസാദ്. പ്രസാദ് ഹൃദയശ്രീക്ക് ആദ്യം തൊടിയിച്ചല്ലോ. എനിക്ക് വേണ്ട. മാലതി, ഞാനെല്ലാം കണ്ടുകൊണ്ടതിനെയാ വരുന്നത്. ആണുങ്ങൾക്ക് അഭിമാനം വേണം. ഒരു വീട്ടിലുള്ളവരെ മുഴുവൻ ഭാര്യമാരാക്കരുത്. മാലതി, ഇതാ സൂപ്പ് കുടിക്കും. എന്താടി ഒരു രുചി? വിഷത്തിന്റെ രുചി. ഓ, നിനക്ക് ധാരാളം വിഷം കുടിച്ച് പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ.
എന്താ മാലതി ഒരു വല്ലാതെ? ഒന്നുമില്ല. ചേച്ചി ചായ ഉണ്ടോ? എനിക്ക് കുറച്ച് ചായ വേണം. ഇപ്പൊ തരാം. നീ ഒരു മൂർഖം പാമ്പാണെന്ന് തോന്നുന്നല്ലോ. നിന്റെ ഹൃദയത്തിൽ ഇത്രയും വിഷമുണ്ടോ? ചിലരുടെ ഹൃദയത്തിൽ തേൻ കാണും. ആ, നീ ചെല്ലട്ടെ, ഞാൻ ചോദിച്ചോളാം. കുഞ്ഞേ, ഡോക്ടർ എന്ത് പറഞ്ഞു? ആദ്യത്തെ പ്രസവമായതുകൊണ്ട് വല്ല വിഷമം. ഭയപ്പെടാനൊന്നുമില്ല. അച്ഛൻ സമാധാനമായിരിക്കും. എന്തോ എന്തോ അച്ഛാ, മോളെ എന്തായി? അച്ഛാ, പ്രസവിച്ച കുട്ടി പെൺകുട്ടി. ഗുരുവായൂരപ്പാ. അല്ല, മോളെ കടം ധൃതിയായോ? കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. മിസ് മരാണ്ട, നിങ്ങൾ എപ്പോ നോക്കിയാലും ലീവിലാണല്ലോ, എന്താ കാരണം? എന്റെ മമ്മിക്ക് സുഖമില്ല. ഇപ്പോഴെങ്ങനെയുണ്ട്? കുറച്ച് ഭേദമുണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനെ ലീവ് എടുക്കരുത്. താങ്ക്സ്. ഭാര്യമാരില്ലാത്തവരെല്ലാം ഭാഗ്യവാന്മാർ. എന്നാൽ പ്രായമായ പെൺകുട്ടികളെല്ലാം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇല്ലേ ജോസഫേ? ഒന്ന് നാക്കും വെച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കോ സ്വാമി? നമ്മുടെ നാക്ക ചുമ്മാ ഇരിക്കാനുള്ളതല്ല, ചലിച്ചുകൊണ്ടേ ഇരിക്കും. സ്വാമിക്ക് പറയാം, പക്ഷെ ഞങ്ങൾക്ക് പറയാം. നീതികേട് കണ്ടാൽ ആരും പറയും വേലി തന്നെ വിളവ് തിന്നുന്നു. നമ്മുടെ ആഫീസർ നല്ല മനുഷ്യനാണ്, പക്ഷെ എന്ത് ചെയ്യാം, ആ വിമലാമ്മയുടെ കണ്ണിന്റെ തുമ്പിൽ കുടുങ്ങിപ്പോയി. വിഭാര്യനായ മനുഷ്യൻ ഈസ് എ വിഡോവർ, എങ്കിലും വികാരജീവിയല്ലേ. എന്ത് തോന്നുന്നു ജാനകിയമ്മയ്ക്ക്? എനിക്കൊന്നും തോന്നില്ല സ്വാമി, ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് പ്രായമായെങ്കിലും കന്യകയാണല്ലോ. രൂപവിച്ഛന്തി കന്യക. പുരുഷന്മാരുടെ രൂപം സ്ത്രീകൾ കാക്ഷിക്കുന്നു, അതുപോലെ ഓഫീസറുടെ രൂപം വിമലാമ്മയെ കാക്ഷിക്കുന്നു. പിന്നെ പണവും മോടിയായി കല്യാണം നടത്തി, അനിയത്തിയുടെ പ്രസവം രക്ഷിച്ചു. പോരെങ്കിൽ വിമലാമ്മയെ കാണുന്നില്ലല്ലോ. ലീവ് എക്സ്റ്റെൻഡ് ചെയ്തോ? ഇത്ര താമസിച്ച് എന്തിനാ? നിന്റെ വീട് വരെ ഒന്ന് പോയി. നിനക്ക് അച്ഛനും അമ്മയൊന്നും വേണ്ടെങ്കിലും ഞാൻ മനുഷ്യനാണ്, എനിക്കവര് വേണം. അച്ഛനെന്തിനാ? ചേച്ചിയെ കാണാനെന്ന് പറയണം. പറയുന്ന എന്തിന്? ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊന്നും നല്ലതല്ല. എന്റെ അറിവിൽ ആകെ ഒരു നല്ല സ്ത്രീയുണ്ട്. മതി പോയത്. ഞാനൊരു സ്ത്രീയാണെന്ന് ഓർമ്മ വേണം. നിനക്ക് രൂപയുള്ളൂ, മോളെ. അമ്മ കോപിച്ചാലും അച്ഛനില്ലേ? ഇവിടെ ആരുമില്ലേ? ആരാ അത്? മനസ്സിലായില്ലല്ലോ. ഞാൻ മിസ് വിമലയുടെ ഓഫീസറാണ്. ഇരുന്നട്ടെ, ഇങ്ങോട്ടിരുന്നട്ടെ. താങ്ക് യു. മിസ് വിമല എപ്പോഴും പറയാറുണ്ട് അച്ഛന്റെ രോഗത്തെ പറ്റി. ഒന്ന് കാണാൻ ഇതുവരെ തരപ്പെട്ടില്ല. എന്താ നിൽക്കുന്നത്? വേണ്ട, ഞാൻ നിന്നോളാം. ഇരിക്കണം. വേണ്ട, കമാ. വേണ്ട പ്ലീസ്. വാദമാണ് അല്ലേ? അതെ. വാദത്തിന് അലോപ്പതിയേക്കാൾ ആയുർവേദമാണ് പറ്റിയ ചികിത്സാ രീതി. ലോകര് പറയുന്ന ചികിത്സ ഒക്കെ ചെയ്തു, പക്ഷേ ഗ്രഹനില മാറാതെ ഒന്നും ഫലിക്കില്ല സാർ. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. തള്ള മരിച്ചുപോയി, പിന്നെ എനിക്ക് പെൻഷനുമായി. ആട്ടെ, ഞാൻ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് വിമലയെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അതിനുള്ള യോഗ്യതയോ ഭാഗ്യമോ ഞങ്ങൾക്കില്ല സാർ. ഞങ്ങള് പാപങ്ങളാണ്.
അത് വിവാഹത്തിനൊരു അയോഗ്യതയായി ഞാൻ കാണുന്നില്ല. സമ്മതമാണെങ്കിൽ ആലോചിച്ച് മറുപടി പറയും. ധൃതിയില്ല. തൽക്കാലം വിമല അറിയണമെന്നില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഒന്ന് വരാം. അയ്യോ, കാപ്പി കുടിക്കാൻ ഒന്നും വേണ്ട, താങ്ക്സ്. രാജന, രാജൻ വന്നത് നന്നായി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കും ചിലത് ചോദിക്കാനുണ്ട്. എന്നാ അത് തീർന്നിട്ട് ഞാൻ സംസാരിച്ചോളാം. അല്ല, ആദ്യം അമ്മാവന് പറയാനുള്ളത് കേൾക്കട്ടെ. എന്റെ മനോഗതം ഞാൻ പറഞ്ഞില്ലെങ്കിലും ആലോചിച്ചാൽ പിടികിട്ടും. എനിക്ക് ഇനിയും ഇങ്ങനെ വന്നും പോയി കഴിയാൻ വയ്യ. അല്ലെങ്കിലും അത് ഒരു തെറ്റാണ്. പ്രായമുള്ള പെൺകുട്ടികൾ ഉള്ള വീട്ടിൽ എപ്പോഴും വന്നും പോയി ഇരിക്കുക ഒരു തെറ്റാണ്. അത് തന്നെ പറയാനാണ് ഞാൻ വന്നത്. പിന്നെ രാജൻ, ഒട്ടും പരിഭവിക്കരുത്. ഇനി പഴയ പോലെ ഇവിടെ എപ്പോഴും വരരുത്. പിന്നെ അവൾക്ക് ഭേദപ്പെട്ടൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് അതൊന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അമ്മ, ആടിനെ പറഞ്ഞാൽ രാജനും ആ വിവാഹം നടത്താൻ തന്നെ പറയും. അവളുടെ ഓഫീസറാണ്. പിന്നെ ഒരു കുട്ടിയുണ്ടെന്നുള്ള കുറവേ ഉള്ളൂ. എന്നാലും അതൊരു നല്ല ബന്ധമല്ലേ? അതുകൊണ്ട് നമ്മുടെ ഇത്രയും കാലത്തെ സ്നേഹബന്ധം ഓർത്ത് രാജൻ എനിക്കൊരു സഹായം ചെയ്യണം. ഇനി രാജൻ ഇവിടെ വരരുത്. അപവാദങ്ങളുണ്ടാകും. എന്താ ഞാൻ പറയണത് ശരിയല്ലേ? മോൾ എന്താ ഇത്ര വൈകിയത്? അദ്ദേഹം വന്ന് എത്ര നേരം ഇവിടെ കാത്തിരുന്നു. ആരച്ച? ഓഫീസറോ? അദ്ദേഹം ഇവിടെ വന്നോ? വന്നു മോളെ. ഞാനേ അതങ്ങ് സമ്മതിച്ചു. ഏതച്ച? മോളെ വിവാഹം കഴിക്കണ കാര്യമേ ദൈവം ഇപ്പോഴേ സംസാരിച്ചു. നല്ല മനുഷ്യൻ. പിന്നെ അദ്ദേഹം ഇറങ്ങിയ ഉടനെ രാജൻ ഇവിടെ വന്നിരുന്നു. ഞാൻ അവനോട് ഇനി ഇവിടെ വരുതെന്ന് പറഞ്ഞു. ഇല്ല, ഇല്ല, എനിക്ക് ജീവനുള്ള കാലം ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? വലിയ ആളുകളുമായുള്ള ബന്ധം നമുക്ക് വേണ്ട. മോളെ